ജോൺ ഡിയർ 5050D 4 വീൽ ഡ്രൈവ് ട്രാക്ടറാണത്. ഇതിന് ഫ്രണ്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്റ്റാൻഡ് കൊണ്ടാണ് കടലിലേക്ക് ബോട്ടുകളെ തള്ളിയിറക്കുന്നത്. സാധാരണ ഫ്രണ്ട് ബമ്പർ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഫ്രണ്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ടയറുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് ബോട്ടുകൾക്ക് കേടുപാട് സംഭവിക്കാതിരിക്കാനാണ്. 50 HP കാറ്റഗറിയിലുള്ള ഈ ഒരു ട്രാക്ടറിനെ ബാക്ക് സൈഡിൽ നോർമൽ ടൈപ്പ് വിഞ്ചും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെവി ടൈപ്പ് ഗിയർ ബോക്സ് എന്നല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഒരു നോർമൽ ടൈപ്പ് ഗിയർ ബോക്സാണ്. സാധാരണ ആ ട്രാക്ടറുകളിൽ റൊട്ടവേറ്റർ, കൾട്ടിവേറ്റർ അതൊക്കെ ഫിറ്റ് ചെയ്യണ പോലെ തന്നെയാണ് ഈ ഒരു വിഞ്ചും സെറ്റ് ചെയ്യുക. ഹെവി ടൈപ്പ് വിഞ്ചാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നും ബാക്ക് വരെ വലിയ ചേസസുകളൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു ഫിറ്റിങ്സ് ഒന്നും ഇതിൽ കാണാനില്ല. ഇരുമ്പ് റോപ്പുകൾക്ക് പകരം പ്ലാസ്റ്റിക് റോപ്പുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കടൽവെള്ളം തട്ടിയിട്ട് പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോകുന്നത് കൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വീലുകളിലും മറ്റുള്ള ഭാഗങ്ങളിലുമൊക്കെ വണ്ടിയിൽ നിന്ന് മാറ്റിയിട്ടുള്ള കറുത്ത ഓയിൽ അടിച്ചിട്ടുണ്ട്. അത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കടൽ സൈഡിലുള്ള വാഹനങ്ങളൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്നതായിട്ടൊന്നും കാണാൻ സാധിക്കും. പക്ഷേ ഈ ഓയിൽ അടിക്കുന്നതിന് പകരം കപ്പലിൻ്റെ അടിഭാഗത്തൊക്കെ അടിക്കണ പെയിൻ്റ് ഉണ്ട്. ആ പെയിൻ്റ് അടിച്ചു കൊടുത്താൽ തുരുമ്പ് പിടിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതാകുമ്പോൾ വണ്ടി കഴുകിയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആവുകയും ചെയ്യും. ഇത് പെട്ടെന്ന് ഇതിൽ മണൽ പിടിച്ചിട്ട് പെട്ടെന്ന് തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഓയിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ, നിശ്ചിത കാലം കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓയിലിൻ്റെ അത് പോയിട്ട് പിന്നെ അത് പെട്ടെന്ന് ആ മണ്ണിരുന്ന് പെട്ടെന്ന് തുരുമ്പാവും. പക്ഷെ അതെന്തുകൊണ്ടാണ് ഇവരിതിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ബോട്ട് തള്ളിയിറക്കുന്ന ആ ഒരു കാഴ്ചയിലേക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ ഈ ബോട്ടുകളൊക്കെ ഇതുപോലെ ട്രാക്ടർ കൊണ്ട് തള്ളിയിറക്കുന്നതും വലിച്ചു കയറ്റുന്നതൊക്കെയാണ്. ഇവിടെ 3-4 ട്രാക്ടറുകളുണ്ട്. പക്ഷെ ഞാൻ ഈ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ മറ്റുള്ള ഭാഗത്താണ്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടാണ് ഇനി മറ്റുള്ള ബോട്ടുകളൊക്കെ തള്ളിയിറക്കുക.